السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഒരു മനുഷ്യക അവൻ്റെ മക്കളെ ഉള്ള ഉത്തരവാദിത്വം അതേ സംബന്ധിച്ചു പെഞ്ഞൈ മക്കളൊട്ടുക അവനുള്ള ഉത്തരവാദിത്വം അങ്ങനെ ദീനിയായ നിലക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നത് അവൻ്റെ കടമയായിട്ട് എന്നൊക്കെ വിവരിച്ചു കൊണ്ട ബാബില് ഇന്നിപ്പോൾ വിവരിക്കൊണ്ടത് മക്കളൊട്ടുക നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച ഒരു ഹദീസ്. മാത്രമല്ല അതിൽ ചെല്ലുമ്പോൾ ഫരീഖു ബൈനഹുമ ഫിൽ മളാജി കിടക്കുമ്പൊത്തുക മക്കളെ വേർതിരിക്കണം. ചൊന്നെങ്കിൽ ആണുമക്കളും പെൺമക്കളും ഒട്ടുക കിടത്തു തീര നിങ്ങളുടെ ഇലമുത്തായിട്ടിക്കും. എന്നാലും അതേപോലെ തെല്ല് വലിയായ മക്കളെ ആൺമക്കളെ ഉമ്മ ഒട്ടു കിടപ്പാട്ടിലെത്തിയ തെല്ല് വലിയുള്ള പെൺമക്കളെ ബാപ്പയും ഒട്ട കിടപ്പാട്ടിലെത്തിയ അപ്പൊ കിടപ്പറയിൽ വേർതിരിക്കണം എന്ന് ഇസ്ലാം കൽപ്പിച്ചത്. ഒരു മനുഷ്യൻ വരങ്ങിയാൽ പിന്നെ ആ വർക്കിൽ ചിലപ്പോൾ അവനക്ക് വികാറുണ്ടാവും. ഈ വികാറുണ്ടാവുമ്പോൾ ബുദ്ധി നഷ്ടപ്പെടും. പിന്നെ ആ വികാര തീർത്തോളം അവനക്ക് എന്തിനാക്കുനെ അവൻ്റെ ആ സ്വരം എത്തിയെങ്കിലായിട്ട് അപ്പൊ അത് മുട്ടുള്ളത് അലോലോ മൂത്തോലോ എന്നുള്ളൊരു ബോധയ്ക്കില്ല. എന്നാൽ ആ സമയത്ത് മനുഷ്യക്ക് ഷഹ്വത്തുണ്ടായെങ്കിൽ വികാറുണ്ടായെങ്കിൽ അവൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടു. പിന്നെ ആയിട്ടിക്കളോ അത് തീന്നൽ പിന്നെ ആയിട്ടിക്കളോ ഞാൻ ഈ ചെയ്തത് ഇങ്ങനെ ആയിപ്പോയല്ലേ എന്നുള്ളൊരു ബോധം ഒരു ഖേദം പിന്നെ ആയിട്ടിക്കളോ ഉണ്ടാവരുത്. അതുകൊണ്ട് ഉമ്മമാരാണെങ്കിലും വലിയ ആൺമക്കളെ മുട്ടക്കിടപ്പാട്ട് തീരാം, ബാപ്പമാരാണെങ്കിലും തെല്ല് വലിയ പെൺമക്കളെ മുട്ടക്കിടപ്പാട്ടൊക്കെ തീരാം. ഇത് ആണും പെണ്ണും കണ്ടെങ്കിൽ ഇലമൂത്തൻ കണ്ടെങ്കിലും കിടപ്പാട്ടുമ്പോൾ വേറെ വേറെ തന്നെ കിടപ്പാട്ടണമെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കും. അപ്പൊ എന്തുകൊണ്ട് വെക്കരുത് അത്ര പ്രോബ്ലം ആയിട്ട് ഞാനിപ്പോൾ ചൊന്നത്. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ലോകത്ത് നടക്കറ പക്ഷെ അത് നിങ്ങൾക്ക് ഒന്നാവില്ല. അതിൽ നിന്നുണ്ടാവുന്നത് ആറും ഇങ്ങനെ ഉണ്ടായിപ്പോയിത്തിന് പിന്നെ ആറും ചൊല്ലില്ല. അതെല്ലാം മറച്ചു വെക്കണം. അത് ഉണ്ടാകുമെങ്കിൽ ആ ബായിൽ തന്നെ അത്രക്കും അപകടങ്ങൾ ഉണ്ടാവാണ്ടിക്കോത്തു ആ ബായിൽ തന്നെ ക്ലോസ് ആക്കുന്ന രീതിയായിട്ട് ഇസ്ലാം പഠിപ്പാട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യത്താണെങ്കിൽ തന്നെ അതിൽ ആ സൈഡുകളുടെ ബായിൽ തന്നെ അടക്കുക എന്നതായിട്ട് ഇസ്ലാം രീതി. അവ എല്ലാവരിൽ നിന്നും അങ്ങനെ ഉണ്ടാവടോ എന്നുള്ള പല ചോദ്യങ്ങളും വരും. അതൊക്കെയായിട്ട് കിട്ടുന്ന ഇസ്ലാമിന്റെ രീതി അത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാത്തത് പോലെ അതൊക്കെ മുൻജാഗ്രതയായിട്ട് വേണ്ടത്. ഏതൊരു കാര്യത്തിലും മുൻജാഗ്രത. അപ്പൊ അതായിട്ട് അപ്പോൾ ഇത് പലതും സംഭവിച്ചിട്ടില്ല സംഭവിക്കട്. പക്ഷെ അത് ആൾമാർ പുറത്ത് അതെല്ലാം ചൊല്ലില്ല. ചിലത് ഒന്നോടും 100 തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് എല്ലാം പബ്ലിക് ആവില്ല, ചിലത് മാത്രമേ ആവൂ അല്ലേ. അത് പബ്ലിക് ആക്കുന്നോട് ചൊല്ലല്ല, ആക്കാൻ ടിക്കൽ തന്നേറ്റിക്കൽ നല്ലത് ആക്കുക തീരാ. അത് ഇത്തരം കാര്യങ്ങളാരും പുറത്തേക്ക് ചൊല്ലില്ല. അപ്പൊ അത് പിന്നെ വലിയൊരു സാധ്യതയുള്ള ഒരു തപ്പുക നീങ്ങുള്ള ഒരു സാധ്യതയുള്ള സംഭവങ്ങളായിട്ട് അതൊക്കെ ഇസ്ലാം ഈ രീതി പഠിപ്പാട്ട് നോക്കാം. നമുക്ക് ഹദീസ് നോക്കാം. വൻ അംർ ഇബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി റളിയല്ലാഹു അൻഹു ഖാൽ അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു തന്റെ ബാപ്പടെ തൊട്ടും ബാപ്പടെ തൊട്ട് അതായത് ഉപ്പാപ്പടെ തൊട്ടായിട്ട് അയാളെ ഉപ്പാപ്പടെ തൊട്ടായിട്ട് റിവായത്താക്കട്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുക മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇ സിനീൻ. നിങ്ങളെ മക്കൾക്ക് നിസ്കാരം കൊണ്ട് കൽപ്പിക്കും അങ്ങ് 7 വയസ്സെത്തുമ്പോൾ. അപ്പൊ 7 വയസ്സെത്തുമ്പോൾ അങ്ങ് നിസ്കരിക്കുവാനായി മക്കളൊട്ട് ചൊല്ലണം. അതിന്റെ രീതികളൊക്കെ പഠിപ്പാട്ടണം. സാധാരണ 6 വയസ്സാകുമ്പോഴത്തേനും അങ്ങ് മക്കളെ 1ാം ക്ലാസ്സിൽ ചേർപ്പെട്ട 7ാമത്തെ വയസ്സാകുമ്പോൾ ആക്കിയിടാവും 2ാമത്തെ ക്ലാസ്സിൽ എത്ര. ആ 2ാം ക്ലാസ്സിൽ നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ പഠിപ്പാട്ടണം. അപ്പൊ ഈ എന്ത് കയറ്റിക്കിടേറ്റെങ്കിൽ 7 വർഷമാകുമ്പോൾ അങ്ങ് നിസ്കരിക്കോ തുടങ്ങണം. ആ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വദ്റിബൂഹും അലൈഹാ വഹും അബ്നാഉ അശ്ർ. 10 വയസ്സായിട്ട് പിന്നെയും നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ അടിക്കണം. മക്കൾ അടിക്കണം എന്നുള്ളത് ആ ബാപ്പമാറോ ഉമ്മമാറോ അത് ചെയ്യേണ്ട ഒന്നായിട്ട് മക്കൾ നിസ്കരിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്ന് ആ നിസ്കാരത്തെ എന്താക്കണം അടിച്ചിട്ട് മക്കളൊട്ട് അതായത് അടിക്കേണ്ട രീതിയിൽ അടിക്കും പോലെ അടിച്ച് ആ മക്കളൊട്ട് കൽപ്പിക്കണം. വഫരിഖു ബൈനഹുമ ഫിൽ മളാജി. പിന്നൊന്ന് അടിക്കുകയെ ചൊന്നില്ല അല്ലാണ്ട് ഇതിനെ കൊണ്ടിട്ട് പിന്നെ കംപ്ലൈന്റ് ആക്കുക ചൊന്നതല്ല. ബാപ്പമാരോ ഉമ്മമാരോ നിസ്കാരത്തെ പേരിൽ അടിച്ചെന്ന് കണ്ടെങ്കിൽ ആ മക്ക
ആ നിസ്കാരത്തെ ജീവിതത്തിൽ നിലനിപ്പാട്ടുക. അതേ സമയത്ത് ഓൺ അടിച്ചിട്ടാണ് പിന്നെ നോ നിസ്കരിച്ചിട്ടാന്ന് ചെന്ന് പിന്നൊടുത്തിട്ട് ദൂരെ ചെന്നിട്ട് അടിപ്പാട്ടുക. അത് അങ്ങനെ തന്നെ ആയിട്ടില്ല അത് ചെയ്യല. അപ്പോൾ മക്കൊരു തെറ്റ് ചെയ്തെങ്കിൽ അത് പിന്നെ മൂന്നാമത്തെ ഒരാളിട്ടു, ഈ ബാപ്പയും മോനും ഇങ്ങനെ രണ്ടാൾ അല്ലെ ഉമ്മ മൂന്ന്, ഇതല്ലാത്ത നാലാമത്തെ ഒരാൾ അറിയുകയും ചൊല്ലത് മക്ക ഇഷ്ടപ്പെടില്ല. അപ്പൊ അങ്ങനെ ഇട്ടു ഇങ്ങനെ ദൂരെ പോയിട്ട് ചൊല്ലത് മക്ക ഒരിക്കലും അത് ഇഷ്ടപ്പെട്ടതൊന്നുമല്ല. അപ്പൊ അത് ഞങ്ങൾ എന്താക്കുക, സാധാരണ വേറെ ആളിട്ട് ചൊന്നിട്ടോ ഇതാക്കുക അങ്ങനെയല്ല, ഞങ്ങൾ തന്നെ അത് ചെയ്യാം. കിടപ്പറയിൽ അകലയിടയിൽ വിട്ടുപിരിക്കുക, അതായിട്ട് ഞാൻ തുടക്കത്തിൽ ചൊന്നത്. അതിന്റെ കാരണം കൂടി വിവരിച്ചു. ഹദീസുൻ ഹസനും റവാഹു അബൂ ദാവൂദ് ബിസ്നാദിൻ ഹസൻ. ലാസ്റ്റ് ഒരു ഹദീസ്, ഈ ബാബിലെ ലാസ്റ്റ് ഹദീസ് നമ്പർ 302. വൻ അബീ സുറയ്യ സൈറത്ത് ഇബ്നു മഅബദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു ഖാല. അബൂ സുറയ്യ സൈറത്ത് ഇബ്നു മഅബദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്നു. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലിമു സ്വബിയ അസ്സലാഹ് ലിസബിഇ സിനീൻ. 7 വയസ്സുമ്പോൾ എത്തുമ്പോൾ നിസ്കാരത്തെ മക്കൾക്ക് പഠിപ്പാട്ടി കൊടുക്കണം. വദ്രിബൂഹു അലൈഹ ഇബ്ന അശ്രിൻ സിനീൻ. ഇബ്ന അശ്രി സിനീൻ. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ ആ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്ക അടിക്കണം. ഹദീസുൻ ഹസനും റവാഹു അബൂ ദാവൂദ് വത്തിർമിദി വഖാല ഹദീസുൻ ഹസനും വലഫ്ദു അബീ ദാവൂദ് മുറു സ്വബിയ ബിസ്സലാ ഇദാ ബലഗ 7 സിനീൻ. അതായത് ഇവിടെ ഈ ഹദീസിൽ ചെന്നത് മക്കൾക്ക് നിങ്ങൾ പഠിപ്പാട്ടി കൊടുക്കുക എന്നുള്ളത്. പിന്നറെ ഹദീസിൽ ചെന്നത് മക്കളിട്ട് കൽപ്പിക്കുക 7 വയസ്സാകുമ്പോൾ. അപ്പൊ 7 വയസ്സാകുമ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, അതിലെ രീതി പഠിപ്പാട്ടി കൊടുക്കണം, നിസ്കരിക്കുവാനായി ചൊല്ലണം. നിയന്ത്രണമായിട്ട് 3 വർഷം അല്ലെ, 7, 8 ഒലിമ്പോൾ 10 വർഷമായിട്ട് അടിച്ച് പിന്നെ നിസ്കരിക്കില്ല കണ്ടെങ്കിൽ ആ നിസ്കാരം വിട്ടെങ്കിൽ മക്കളെ അത് ചൊന്നിട്ട് അങ്ങനെ നിസ്കരിച്ചില്ല കണ്ടെങ്കിൽ പിന്നെ അടിച്ചിട്ടെങ്കിലും നിസ്കരിപ്പാട്ടണം. ഇത് ബാപ്പയുടെ ഉത്തരവാദിത്വമായിട്ടിരിക്കുക, അതുകൊണ്ട് ജവാബ്ദാരിയായിട്ടിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടു. അതോടത്ത് എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അള്ളാഹു സാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.